പിറ്റേന്ന് മോളെ കാത്തു, നീ അച്ഛനോട് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു ഏട്ടാ. മോളെ, ഈ വിവാഹം എനിക്ക് ശരിയായി തോന്നുന്നില്ല. അറിയില്ല ഏട്ടാ ഇനി എൻ്റെ ജീവിതം എങ്ങനെ ആവുമെന്ന്. പിന്നെ ഏട്ടാ. എന്താ മോളെ? എനിക്ക് അയാളെ കാണാൻ പറ്റുമോ? ആളിവിടെ ഇല്ല, വിവാഹത്തിനന്നേ വരുള്ളൂ. ഹലോ, എന്താ ഇവിടെ ഒരു ചർച്ച? നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഞാൻ പുറത്ത് പോവാ. ഇവൾക്ക് വേണ്ടതെല്ലാം എടുക്കാൻ ദേവരാഗത്തിലെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ട്. മോളെ, നീ പോകുന്നില്ലേ? ഇല്ലേട്ടാ, അവരെടുത്തോട്ടേന്ന് വെച്ചു. അപ്പോൾ ഞാൻ പോവാ. മോളെ, നീ വേഗം റെഡിയായി വാ. എന്തിനായിട്ടാ? ഒന്ന് പുറത്തു പോയി വരാം. പിന്നെ അവൾ വേഗം റെഡിയായി വന്നതും അവളെയും കൊണ്ട് അവൻ ജ്വല്ലറിയിൽ കയറി. എന്താ ഏട്ടാ ഇവിടെ? ദാ ഈ മാല നോക്ക്, ഇഷ്ടപ്പെട്ടോ? ആർക്കാ ഏട്ടാ ഇത്? ഇതെൻ്റെ കാത്തുവിന്, എൻ്റെ വക. എന്തിനാ ഏട്ടാ എനിക്കിത്? എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും വാങ്ങിത്തരേണ്ടേ? പറ, ഇഷ്ടപ്പെട്ടോ? അയ്യേ, അങ്ങനെ കണ്ണ് നിറച്ച് നിൽക്കാതെ ഇഷ്ടപ്പെട്ടു എന്ന് പറവണ്ണേ. ഇഷ്ടപ്പെട്ടു. പിന്നത് വാങ്ങിയിറങ്ങിയതും കുറച്ച് ചുറ്റി നടന്ന് വീട്ടിലേക്ക് തിരിച്ചു. അച്ഛാ. എന്താ ദേവാ? ആ പെണ്ണിനോടെല്ലാം പറഞ്ഞിട്ടല്ലേ വിവാഹത്തിന് സമ്മതിച്ചത്? നീ എന്താ ഉദ്ദേശിച്ചത്? തിരുമേനി പറഞ്ഞത് എല്ലാം അവളോട് പറഞ്ഞിട്ടില്ലേ എന്ന്. എല്ലാം ആ പെണ്ണിനോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ലെന്ന്, പകരം ക്യാഷ് ആവശ്യപ്പെട്ടത് കൊടുക്കാമെന്ന് ഞങ്ങൾ ഏറ്റു. എത്രയാ? 20 ലക്ഷം. പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കുറേ പേര് ഇറങ്ങിക്കോളും. മോനെ, നാളെയാണ് വിവാഹം. പുറത്താരും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. ദേവാ. സഞ്ജയ്, നമുക്കെന്ന് ഇറങ്ങിയാലോ? ദേവാ, ഈ വിവാഹം വേണോ? ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാ കളിക്കുന്നത്? ആ ഒരു ചോദ്യം എനിക്ക് മുൻപിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ മാറി. നീ എന്താ ഉദ്ദേശിച്ചത്? ആ പെണ്ണിന് തിരുമേനി പറഞ്ഞതെല്ലാം അറിയാം. എന്നിട്ട് ആ പെൺകുട്ടി സമ്മതിച്ചോ? പൈസ കണ്ടപ്പോൾ വീണു. 20 ലക്ഷമാ ചോദിച്ചത്. ഛേ, കുറച്ചു മുൻപ് വരെ അതിനോട് സഹതാപമായിരുന്നു. അതിനെ മാറിക്കിട്ടിയില്ലേ? ഇങ്ങനെയുമുണ്ടോ പെണ്ണുങ്ങൾ? അതിനുള്ള ഉദാഹരണമല്ലേ ആ പെണ്ണ്. മോളെ കാത്തു. എന്താ വല്യച്ഛ? ഇത് മോൾക്കുള്ള ഡ്രസ്സാണ്, നാളേക്കുള്ളത്. പിന്നെ സ്വർണമൊന്നും വേണ്ടെന്നാ അവർ പറഞ്ഞത്, അതുകൊണ്ട് വല്യച്ഛനൊന്നും വാങ്ങിയില്ല. എനിക്കൊന്നും വേണ്ട വല്യച്ഛ. ദാ, അപ്പം ഇതൊക്കെ കൊണ്ടുവച്ചോ. ഏട്ടാ ഉറങ്ങിയോ? എന്താ മോളെ, നീ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. നാളെ ഞാൻ നിങ്ങളെയൊക്കെ വിട്ട് പോകണ്ടേ? അയ്യേ, കരയാണോ? എന്താ പെണ്ണേ ഇത്? പറ്റുന്നില്ല ഏട്ടാ. അവിടെയുള്ളവരെ ആരെയും അറിയില്ല എനിക്ക്. കൂടാതെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കനെ പോലും എനിക്കറിയില്ല. ഞാൻ ദേവിനെ കുറിച്ച് അന്വേഷിച്ചു. ആളൊരു കലിപ്പനാണ്. വേറെ പ്രശ്നമൊന്നും അറിഞ്ഞിട്ട് കേട്ടിട്ടില്ല. പിന്നെ മോളെന്തിനെ വിഷമിക്കുന്നത്? ഏട്ടനടുത്തില്ലേ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയണം, മനസ്സിലായോ? ആയി ഏട്ടാ. ഇനി പോയി നിന്റെ ചെക്കനെ സ്വപ്നം കണ്ട് ഉറങ്ങിക്കേ. നാളെ നേരത്തെ എഴുന്നേൽക്കണ്ടേ? ശരി ഏട്ടാ. കാത്തു റൂമിൽ നിന്നിറങ്ങിയതും നിച്ചു കണ്ണടച്ചു കിടന്നു. രാവിലെ ലച്ചു കാത്തുവിൻ്റെ അടുത്തേക്ക് വന്നതും അവളെ മൊത്തത്തിൽ നോക്കി. എന്താ ചേച്ചി നോക്കുന്നത്? മേക്കപ്പ് ഇട്ടിട്ടും നിന്റെ കറുപ്പാണല്ലോ എടുത്ത് കാണിക്കുന്നത്. ലച്ചു, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ സത്യം പറഞ്ഞതല്ലേ. ഡീ. ഏട്ടാ വേണ്ട, പ്രശ്നത്തിനൊന്നും പോവേണ്ട. നീ എന്തിനവനെ തടയാൻ നിൽക്കുന്നത്? ഡോ, നീ എന്നെ അടിച്ചു അല്ലേ? നോക്കിക്കോ, ഇതിനൊക്കെ ഞാൻ പകരം വീട്ടിയിരിക്കും, ഓർത്തോ? ഏട്ടാ, എന്തിനാ ചേച്ചി അടിച്ചത്? അവൾക്കിന്ന് അതിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ നികത്തി കൊടുത്തു. അല്ല, നിനക്ക് അച്ഛൻ ഓർണമെൻറ്റ്സ് ഒന്നും വാങ്ങി തന്നില്ലേ? എന്താ മോളി, മാറിക്കഴിഞ്ഞോ? അച്ഛാ, ഇവളെ ഇങ്ങനെയാണോ ഇറക്കി വിടുന്നത്? അവരൊന്നും വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. മോള് വേഗം വാ, സമയമായി. ഞാനറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എൻ്റെ ഈശ്വര, എൻ്റെ മോളെ കാത്തോളണേ. പിന്നെ അവർ സമയം കളയാതെ അമ്പലത്തിലേക്ക് തിരിച്ചു. അമ്പലത്തിലെത്തിയതും കാത്തു ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ നോക്കാതെ നിച്ചുവിനോടും ബാക്കി എല്ലാവരോടും സംസാരിച്ച് നിൽക്കുന്നത് കണ്ടതും അവൾ ദേവി വിഗ്രഹത്തിൽ നോക്കി നിന്നു. താലി കെട്ടാൻ സമയമായതും കാത്തു അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവളെ നോക്കാതെ അവൻ താലി കെട്ടി മാറി നിന്നു. അമ്പലത്തിൽ സദ്യ 2 വീട്ടുകാർക്കു മാത്രമായി നടത്തി. ഈ സമയമെല്ലാം ലച്ചുവിൻ്റെ കണ്ണ് ദേവിൻ്റെ മുഖത്തായിരുന്നു. ദേവിൻ്റെ വീട്ടിലേക്ക് പോകാൻ സമയമായതും നിച്ചുവിനെ കെട്ടിപ്പിടിച്ച് കാത്തു കരഞ്ഞു. ഒരുവിധം നിച്ചു അവളെ കാറിൽ കയറ്റിയതും അവരുടെ കാർ അവിടെ നിന്നും പോയി. കാറിൽ വീട്ടിൽ വന്ന് നിന്നതും ദേവി വീട്ടിലേക്ക് കയറിപ്പോയി. ഡി പെണ്ണെ, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വായോ ഇങ്ങോട്ട്. അവളൊന്നും മനസ്സിലാവാതെ നിന്നതും ദേവിൻ്റെ അമ്മ അവളെ കൈപിടിച്ച് അകത്തേക്ക് വലിച്ചുകൊണ്ട് പോയി.
നിന്നെ ഇവിടുത്തെ മരുമകളാക്കാനല്ല കൊണ്ടുവന്നത്. ഈ വീട്ടിലെ വേലക്കാരി ആ സ്ഥാനം നിനക്കുണ്ടാവുകയുള്ളൂ. ഇതും പറഞ്ഞ് അവളെ തള്ളിയിട്ട് പോയതും അവൾ ഞെട്ടിവിറച്ചു നിന്നിരുന്നു. മോളെ എഴുന്നേൽക്ക്. അമ്മ ഏതാ? ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയാണ് ഭവാനി. മോളിവിടുത്തെ പുതിയ വേലക്കാരിയാണല്ലേ? ഇന്നലെ പറഞ്ഞിരുന്നു പുതിയ ആള് വരുമെന്ന്. കാർത്തിക, അങ്ങനെ പേരും പറഞ്ഞു. അത് മോളല്ലേ? എൻ്റെ പേര് കാർത്തിക എന്നാ. പക്ഷേ മോളെന്താ കല്യാണ വേഷത്തിൽ? ഭവാനി. എന്താ മേഡം, നിനക്കെന്താ അറിയേണ്ടത്? അത് പിന്നെ ഞാൻ ഈ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുകയായിരുന്നു. നിനക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ദാ ഈ പെണ്ണിൻ്റെ വിവാഹം ഇന്ന് കഴിഞ്ഞു. വരൻ എൻ്റെ മോൻ തന്നെയാ. പക്ഷേ വാഴിക്കാൻ കൊണ്ടുവന്നതല്ല. 6 മാസം അതുവരെ ഇവിടെ ഉണ്ടാകും. ഡി, എൻ്റെ കൂടെ വാ. അമ്മേ, ഇവിടെ എന്താ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കി തരാം. നിന്നെ ഇവിടേക്ക് കെട്ടിക്കൊണ്ടു വന്നതേ രാജകുമാരിയായി വാഴിക്കാനല്ല, പകരം എൻ്റെ മോൻ്റെ ജാതകദോഷം മാറ്റാനാ. 6 മാസം അതുവരെ നീ ഇവിടെ ഉണ്ടാവും. പിന്നെ ലച്ചുമോളുടെയും ദേവൻ്റെയും വിവാഹം നടക്കും. എന്താ അമ്മ പറഞ്ഞത്? ലച്ചു ചേച്ചിയുടെയും ദേവേട്ടൻ്റെയോ? അതെ. എന്താ ഞെട്ടിയോ? ഇതെല്ലാം നിന്റെ വീട്ടുകാർക്കറിയാം. അറിയാത്തത് നിനക്കും ആ നിച്ചു എന്ന് പറഞ്ഞ ചെക്കനും മാത്രമാ. നിന്റെ പോലത്തെ കറുമ്പി പെണ്ണിനെ എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, അതിനവൻ 2ാമത് ജനിക്കണം. അപ്പം എല്ലാവരും അറിഞ്ഞുകൊണ്ട് എന്നെ ചതിക്കുകയാണോ? ഇത്ര നാൾ അവർ നിന്നെ നോക്കി വളർത്തിയില്ലേ? അതിനു പകരം ഈ ഒരു നാടകം, അത്രയേ ഉള്ളൂ. എന്നാൽ വേഗം പോയി വല്ലതും വെച്ചുണ്ടാക്കിക്കോ. ഇതും പറഞ്ഞവർ പോയതും അവൾ നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു. മോളെ, എന്നെല്ലാവരും ചതിക്കായിരുന്നു ഭാനു അമ്മേ. ആർക്കും വേണ്ടാതായ പാഴ്ജന്മം. മോളെ, ഇവിടെ നിന്ന് പോയിക്കൂടെ വീട്ടിലേക്ക്? എനിക്കാരുമില്ല അമ്മേ. അച്ഛനും അമ്മയും മരിച്ചു. അതിൽ പിന്നെ വല്യച്ഛൻ്റെ വീട്ടിലായിരുന്നു ഞാൻ. അപ്പോൾ ആ വല്യച്ഛൻ അറിഞ്ഞിട്ടാണോ ഈ വിവാഹം നടന്നത്? എൻ്റെ വല്യച്ഛൻ പാവ. പക്ഷെ അമ്മായിക്കും ലച്ചു ചേച്ചിക്കും എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. മോളെ, ഇനി എന്തു ചെയ്യും? മേഡത്തിൻ്റെ സ്വഭാവം നിനക്കറിയില്ല. ഞങ്ങളെയൊക്കെ ഓരോ ദിവസം ജോലി എടുപ്പിച്ച് കൊല്ലുക. അപ്പം പിന്നെ മോളുടെ കാര്യം പറയാനുണ്ടോ? ഇവിടെ കടിച്ചു നിന്നേ പറ്റൂ, 6 മാസത്തേക്കാണെങ്കിൽ പോലും. ഭവാനി, ഒരു ജ്യൂസ് കൊണ്ടുവാ റൂമിലേക്ക്. മേഡം വിളിക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. മോൾ ഡ്രസ്സെല്ലാം മാറ്റി വാ. ഞാൻ എവിടെയാ മാറുക? ദാ പുറത്തൊരു ഷെഡുണ്ട്, അവിടെയാ ജോലിക്കാരെ നിർത്തുക. ഇപ്പം മോള് പോയി അവിടെ നിന്ന് മാറി വാ. അവൾ തലയാട്ടിപ്പോയതും ആ സ്ത്രീ അവളെ സഹതാപത്തോടെ നോക്കി നിന്നു. ദേവാ, സഞ്ജു, നമുക്കെന്നാ പോയാലോ? മീറ്റിംഗ് ഉള്ളതല്ലേ? അത് നാളേക്ക് മാറ്റി. അല്ലടാ, ആ പെണ്ണ്. സഞ്ജു, നീ പൊക്കോ, എൻ്റെ മൂഡ് ശരിയല്ല. ശരിടാ, ഞാൻ നാളെ വരാം. അമ്മേ, എന്താ ലച്ചു? ഞാൻ നാളെ ദേവേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവളുടെ അവസ്ഥ എനിക്ക് നേരിട്ട് കാണണം. എന്ന് ഞാനും വരാം. എന്ന് ഞാനിപ്പോൾ തന്നെ ദേവേട്ടൻ്റെ അമ്മയെ വിളിച്ചു പറയട്ടെ? ശരി മോളെ. ഭവാനി, എന്താ മേഡം? ആ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറ. അമ്മേ, ആരോടി നിൻ്റെ അമ്മ? എന്നെ അമ്മയെന്ന് വിളിക്കാനുള്ള അധികാരം ലച്ചുമോൾ മാത്രമേ ഉള്ളൂ. വേലക്കാരികൾ അവിടെ സ്ഥാനത്ത് നിൽക്കണം. പിന്നെ രാത്രി കിടപ്പ് ദേവൻ്റെ മുറിയിലായിരിക്കും. അത് തിരുമേനി പറഞ്ഞതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ അതിൻ്റെ പടി പോലും നിന്നെ കൊണ്ട് ചവിട്ടില്ലായിരുന്നു. കരഞ്ഞു നിൽക്കാതെ മുൻപിൽ നിന്ന് മാറടി. ഭവാനിയമ്മേ, മോളെ കിടക്കാൻ പോകുന്നില്ലേ? എനിക്ക് പേടിയാ. മോൾ ദേവൻ്റെ റൂമിൽ പൊക്കോ. ദാ ആ കാണുന്ന റൂമ മോൻ്റെ. അവൾ ഒരുവിധം എങ്ങനെയൊക്കെയോ നടന്ന റൂമിൻ്റെ മുൻപിലെത്തിയതും ഉള്ളിലേക്ക് കയറി. അവിടെ ഇരുന്ന് മദ്യപിക്കുന്ന ദേവനെ കണ്ടതും അവൾ വിറച്ചു നിന്നു. ആ കാക്കത്തമ്പുരാട്ടി എഴുന്നള്ളിയോ? എന്താടി അവിടെ നിന്ന് കളഞ്ഞത്? പെട്ടെന്ന് അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് വന്നതും അവളുടെ 2 കവിളിലും മാറി മാറി അടിച്ചു. പിന്നെ അവളെ വലിച്ചുകൊണ്ട് പോയി ബാൽക്കണിയിൽ തള്ളിയിട്ടു. ദാ അവിടെയാ നിന്റെ സ്ഥാനം, അല്ലാതെ എനിക്കൊപ്പം സുഖിച്ച് കിടക്കാമെന്ന് കരുതണ്ട. ഇതും പറഞ്ഞവൻ ബാൽക്കണി വാതിലടച്ചതും അവൾ പൊട്ടിക്കരഞ്ഞു. ഈ സമയം പുറത്ത് മഴ ശക്തിയോടെ പെയ്തതും ബാൽക്കണിയിലേക്ക് വെള്ളം പതിച്ചുകൊണ്ടിരുന്നു. ആ മഴയിൽ അവളുടെ കണ്ണുനീരും ശരീരവും നനഞ്ഞു പോയിരുന്നു. പിറ്റേന്ന് കാത്തു കണ്ണു തുറന്നതും ചുറ്റും നോക്കി. പിന്നെ പിടഞ്ഞെഴുന്നേറ്റ് റൂമിലേക്ക് കയറി. അവിടെ ആരുമില്ലെന്ന് കണ്ടതും അവൾ വേഗം താഴേക്ക് നടന്നു. ഭാനു അമ്മേ, മോൾ എഴുന്നേറ്റോ? എന്താ കുട്ടി നേരം വൈകിയേ? ഇപ്പോൾ തന്നെ ആ തള്ള മോളെ കാണാഞ്ഞതുകൊണ്ട് ഉറഞ്ഞു തുള്ളി. അകത്തേക്ക് പോയിട്ടുണ്ട്. മോള് വേഗം കുളിച്ചു വാ. അവൾ വേഗം പേടിയോടെ എല്ലാം എടുത്ത് കുളിച്ചു വന്നതും അടുക്കളയിൽ പണിക്ക് കടന്നു. എടി പെണ്ണെ, നിന്നെ സുഖവാസത്തിന് കൊണ്ടുവന്നതല്ല. നാളെ മുതൽ 4 മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ പണിയെല്ലാം ചെയ്തു വെച്ചോ. പിന്നെ ഇന്ന് ലച്ചുമോളും അമ്മയും വരുന്നുണ്ട്. അതുകൊണ്ടെല്ലാം ഉണ്ടാക്കി വെക്കണം. അവർക്കൊരു കുറവും വരുത്തരുത്, മനസ്സിലായോ?
ഇതും പറഞ്ഞ് ദേവിൻ്റെ അമ്മ പോയതും അവൾ പണിയിലേക്ക് തിരിഞ്ഞു. മോളെ, മോളുടെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ടല്ലോ. അമ്മായിയും ലച്ചുവും. അവർക്ക് മോളെ കണ്ണെടുത്താൽ കണ്ടൂടല്ലേ? ഭാനുമ്മേ, ദേവേട്ടനെ കണ്ടോ? രാവിലെ തന്നെ ദേഷ്യത്തിൽ കാറിൽ കയറി പോകുന്നത് കണ്ടു. പിന്നെ രാവിലെ മോൻ പോകുന്നത് സ്ഥിരമാണ്. പെട്ടെന്ന് ദേവിൻ്റെ കാറ് പുറത്തു വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും കാത്തു ചായ ഒരു കപ്പിലേക്ക് പകർത്തി. അമ്മേ, ഈ ചായ ദേവേട്ടന് കൊണ്ടുകൊടുത്തേക്ക്. മോള് പോയി കൊടുത്തു വാ. അവൾ വേറെ നിവൃത്തിയില്ലാതെ ചായയും കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയതും അവളെ അവൻ ദേഷ്യത്തിൽ നോക്കി. നീ എന്താ ഇവിടെ? ചായ തരാൻ. ഞാൻ നിന്നോട് ചായ ചോദിച്ചോ? പറയടി. ഇല്ല. എൻ്റെ ഭാര്യയായി വാഴാമെന്ന് നീ കരുതണ്ട. ക്യാഷിന് വേണ്ടി വേഷം കെട്ടുന്ന നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളെ വെറുപ്പാ. എത്ര ചെക്കന്മാരുടെ കൂടെ അഴിഞ്ഞാടി എൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നത്. ദേവേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കറിയാടി, നീ പണം എണ്ണി വാങ്ങി ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ. ഇറങ്ങിപ്പോടി. അവളുടെ ഒരു ചായയും. ദേവ് അവളെ വാതിൻ്റെ പുറത്തേക്ക് തള്ളിയതും അവൾ കരഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു. പെട്ടെന്ന് മുൻപിൽ നിൽക്കുന്ന ലച്ചുവിനെയും അമ്മായിയെയും കണ്ടതും അവൾ തറഞ്ഞു നിന്നു. എന്താടി, അവൻ നിന്നെ ആട്ടിവിട്ടോ? സത്യം പറ അമ്മായി, ഈ കല്യാണം എങ്ങനെയാണ് നടന്നത്? നിനക്ക് കാര്യങ്ങൾ അറിയണോ? ഞാൻ അറിയിച്ചു തരാം. പിന്നെ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞ് നിലത്തേക്കിരുന്നു. അമ്മായി അവളെ പുച്ഛിച്ച് കടന്നു പോയതും അവളെ ഭാനുവമ്മ ചേർത്ത് പിടിച്ചു. അമ്മേ, ഞാനെല്ലാം കേട്ടു മോളെ. ഡി കറുമ്പി, ദേവേട്ടന് റൂം ഏതാ? കാത്തൊന്നും പറയുന്നില്ല എന്ന് കണ്ടതും ഭാനുവമ്മ ലച്ചുവിന് റൂം പറഞ്ഞു കൊടുത്തു. ഡി പെണ്ണെ, കരഞ്ഞിരിക്കാതെ 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ജ്യൂസ് കിട്ടിയിരിക്കണം. ദേവേട്ടൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നാൽ മതി. പിന്നെ നീ തന്നെ കൊണ്ടുവരണം. വേറെ ആരെയും ഏൽപ്പിക്കണ്ട. പറഞ്ഞത് മനസ്സിലായോ? അതൊക്കെ അവൾക്ക് മനസ്സിലാവും ലച്ചുമോളെ. മോള് ദേവിൻ്റെ റൂമിലേക്ക് പൊക്കോ. ഡി കറുമ്പി, എന്ത് നോക്കി നിൽക്കുക? പറഞ്ഞത് പോയി ചെയ്യടി. കാത്തു അടുക്കളയിലേക്ക് നടന്നതും ഭാനും അവൾക്ക് പുറകെ പോയി. ഈ സമയം ലച്ചു ദേവിൻ്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു. അവൻ്റെ റൂമിലെത്തിയതും അവൾ അതിനുള്ളിലേക്ക് കയറി. ഈ സമയം ദേവ് കുളിച്ചിറങ്ങി വന്നതും ലച്ചുവിനെ കണ്ടു ഞെട്ടി. എന്നാൽ ലച്ചുവിൻ്റെ ശ്രദ്ധയെല്ലാം ദേവിൻ്റെ ശരീരത്തിലേക്കായിരുന്നു. ലച്ചു, നീ എന്താ ഇവിടെ? ദേവിനെ കാണാൻ വന്നതാ. എന്നാൽ നീ താഴേക്ക് പൊക്കോ, ഞാൻ ഡ്രസ്സ് മാറ്റി അങ്ങോട്ട് വരാം. എന്താ ദേവ്, ഞാൻ റൂമിലേക്ക് വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? ഈ റൂമിൽ എനിക്ക് അധികാരമില്ലേ? ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഇല്ല. എൻ്റെ കൈകൊണ്ടുള്ള താലി നിൻ്റെ കഴുത്തിൽ വീഴുന്ന അന്ന് മുതൽ ഈ റൂമിലും ഈ വീട്ടിലും നിനക്ക് അവകാശമുണ്ടാവും. ഇവൻ എൻ്റെ വഴിക്ക് വന്നിട്ടില്ല. ബാക്കിയുള്ള എൻ്റെ ബോയ് ഫ്രണ്ട്സ് എല്ലാം എന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുക. ഇവന് മാറ്റിയെടുക്കണം, അതിൻ്റെ ആവശ്യമാണ്. ലച്ചു താഴേക്ക് പൊക്കോ. പെട്ടെന്ന് അവൾ തിരിയാൻ നിന്നതും ജ്യൂസ് കയ്യിൽ പിടിച്ചു വരുന്ന കാത്തുവിനെ ജനൽ വഴി കണ്ടു. അത് കണ്ടതും അവൾ വീഴാൻ പോകുന്ന പോലെ ദേവിൻ്റെ മേലേക്ക് ചാരി. ആ അവസരം മുതലാക്കി അവൾ ദേവിനെ കെട്ടിപ്പിടിച്ചു. ദേവും അവൾ വീഴാൻ പോകുന്നത് കണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഈ സമയം റൂമിലേക്ക് കയറിയ കാത്തു നിറകണ്ണാലെ ആ കാഴ്ച നോക്കി നിന്നു.